ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. കുർത്തി എന്ന് പറഞ്ഞാൽ ലൈനിങ് ഒന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കുർത്തി. ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പാൻറ്റിൻ്റെ പീസാണ്. നമ്മളിത് വെച്ചിട്ടാണ് ഇതിൻ്റെ യോക്ക് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതായി പോകും. അതുകൊണ്ട് ഞാൻ യോക്കിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇത് മെറ്റീരിയൽ മേടിച്ചതാണ്, സെറ്റായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 15 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു XXL സൈസിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. XXL, XXL ഒക്കെ ആണെങ്കിലും ഈ ഒരു 15 ഇഞ്ച് വിഡ്ത്തിൽ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടാൽ മതി. ഞാനതിൻ്റെ ചീത്തവശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ചതിന് ശേഷം നല്ല വശത്താണ് കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് സൈഡാണ്, ബാക്കി 3 സൈഡും ഓപ്പൺ സൈഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ പ്രിൻ്റ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കറക്റ്റായിട്ടായിരിക്കും, ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അത് തലകുത്തി വരുന്ന രീതിയിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലത്തെ ഫോൾഡഡ് സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം തുണി തിരിച്ച് വയ്ക്കുക, തല കുത്തി വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ. അങ്ങനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പീസ് തുണിയുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത്താണ്. എനിക്കിപ്പോൾ 47 ഇഞ്ച് ലെങ്ത്ത് വേണം. ഇതാകെ 49 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല, അത് തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചു. ഇനി വിഡ്ത്ത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു 15 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. XXL സൈസാണ് നമ്മളിവിടെ തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വണ്ണം ഒരു 40ക്ക് മുകളിലൊക്കെ ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 16 അല്ലെങ്കിൽ 17 ഒക്കെ ഇട്ട് വണ്ണം അനുസരിച്ച് നമ്മൾ ആ വിഡ്ത്ത് കൂട്ടിയെടുക്കുക. 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇത് നമ്മളിതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത സ്ലീവിൻ്റെ പീസാണ്. സ്ലീവ് നമ്മൾ ഷോർട്ട് സ്ലീവാണ് വയ്ക്കുന്നത്, ചെറിയ സ്ലീവാണ് വയ്ക്കുന്നത്. വലിയ സ്ലീവ് ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് മുകളിൽ സ്റ്റിച്ചിങ് വരും, അതായത് മുകളിലൊരു അടിപ്പ് വരുന്ന രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 14 ഇഞ്ച് ലെങ്ത്തിൽ വരെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടിപ്പ് വന്നാലും അത് അറിയുമൊന്നുമില്ല. എന്നാലും ഞാനിത് ചെറിയ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ സൈഡിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് ഒരു 3.25 ഇഞ്ചാണ്. വൈഡായിട്ടുള്ള നെക്ക് വേണമെന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 3.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു ലൈൻ പോലെ വരച്ചിട്ട് മുകളിലേക്കും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി ആ ഒരു കോർണർ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇതുപോലെ നമ്മൾ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ XXL സൈസിലുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 22 ഇഞ്ചാണ്. ഫ്രണ്ട് സൈഡ് 22ഉം ബാക്ക് സൈഡ് 22ഉം. അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടേക്കണോണ്ട് ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്താൽ മതി, അതായത് 11 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ താഴേക്ക്, അതൊരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ ടേപ്പ് നേരെ തന്നെ പിടിച്ചിട്ട് ഒരു 22 ഇഞ്ചിൽ നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ലൈൻ നമുക്ക് താഴേക്ക് വരും. അതിൽ ആ സെൻറ്ററിലുള്ള ലൈൻ, അതായത് നമ്മുടെ ഷേപ്പ് വരുന്ന ലൈനിൽ നമ്മളൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 11.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം വണ്ണമുള്ള ഒരാളുടെ അളവിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഏകദേശം ഒരു 38 ഇഞ്ച് വരും. XXL ആണ് സൈസ്. XXL ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നും 1 ഇഞ്ചും കൂടെ കൂടും കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂടും. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. ഒരുപാട് വിഡ്ത്തൊന്നും അവിടെ പാടില്ല. ഒരുപാട് വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലിറ്റ് ഇങ്ങനെ അഴഞ്ഞ് കിടക്കുന്നത് പോലെ തോന്നും, ഒരു ഭംഗിയില്ലാത്ത പോലെ.
ഇനി ഒരു 1.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തും വേസ്റ്റിൻ്റെ ആ ഭാഗത്തും തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ആ സ്ലിറ്റിൻ്റെ ആ ഭാഗമില്ലേ, അവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഒരുപാട് മടക്കി അടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലിറ്റ് ഇങ്ങനെ ഒരുപാട് വിരിവോടെ കിടക്കും. അപ്പോൾ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഞാൻ താഴെ മാർക്ക് ചെയ്യുന്നത് മുകളിൽ മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് കൂടുതലാണ് മുകളിൽ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്തത്? 11.5 ഇഞ്ചല്ലേ. അപ്പോൾ താഴെ നമ്മൾ വരുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി, അതായത് 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഒരു ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കുക. തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്ന 1 ഇഞ്ചും മാർക്ക് ചെയ്തേക്കണം, അവിടെയും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരിക. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എത്രത്തോളം കറക്റ്റായിട്ട് വരച്ചാലും ലാസ്റ്റ് വരുമ്പോൾ ചെറിയ ഒരു വേരിയേഷനൊക്കെ വന്നാൽ നമുക്കത് കറക്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഹിപ്പിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ താഴേക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് ഷേപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മാർക്കിങ് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ ലൈനിങ് ഇല്ലാത്ത കുർത്തിയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. കുർത്തീനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ച് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക ലെങ്ത്ത്. ബാക്കിയെല്ലാം കറക്റ്റ് അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചില വീഡിയോയിലല്ല, ഒരു വീഡിയോയിൽ ഒരു കുർത്തിയുടെ സ്ലീവ്ലെസ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആം ഹോള് വരയ്ക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കുറച്ച് വരച്ചേച്ചാൽ മതി. കാരണം നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കയറിയിരിക്കുകയല്ലേ, ബോഡി കാണാതെ ഇരിക്കാനായിട്ട് കുറച്ച് കയറിയിരിക്കുകയല്ലേ നല്ലത്. അത് മാത്രമേ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നു. അത്രയും വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്, ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആരോ ഒരാൾ ചോദിച്ചിരുന്നു ഒരു പ്രാവശ്യം, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്ലീവിൻ്റെ തുണി നമ്മൾ 2 പീസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. മുകളിലത്തെ സൈഡാണ് ഫോൾഡഡ് സൈഡ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ആ ഒരു ഭാഗത്ത് ഒരു 3.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനും ഏറ്റവും മുകളിലത്തെ ആ ഒരു കോർണർ ഭാഗവും കണ്ടോ, ആ ഭാഗവും കൂടെ നമുക്കൊന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം, തയ്യൽ തുമ്പിനും കൂടെ കേട്ടോ. എന്നിട്ട് ഇപ്പോൾ വരച്ച ലൈനില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 2 പാർട്ടായിട്ട് അതിന് തിരിക്കുന്നു. അപ്പോൾ താഴത്തെ പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക്, മുകളിലത്തെ ഭാഗത്തെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെളിയിലേക്ക് മാർക്ക് ചെയ്യുക, പുറത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. മുകളിലത്തെ ആ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തേക്കണതിൽ കൂടി വന്നതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ കൂടി വരിക ആ ലൈന്. അതിന് ശേഷം നമ്മുടെ ഉള്ളിൽ വരച്ചേക്കണ 1/2 ഇഞ്ചില്ലേ, ആ 1/2 ഇഞ്ചിൽ കൂടി വരിക. നിങ്ങൾക്ക് വരച്ച് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും. അതായത് ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു എസ് പോലത്തെ ഷേപ്പല്ലേ, ഒരു ചെറിയ എസ്സിൻ്റെ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വേണമെങ്കിൽ കുറച്ചൊന്ന് കുഴിച്ചു വെട്ടാം. അപ്പോൾ ഇനി നമുക്കൊന്ന് അളന്ന് നോക്കാം 10 ഇഞ്ച് ഉണ്ടോയെന്ന്. നമ്മുടെ ആം ഹോൾ റൗണ്ട് 10 ഇഞ്ചാണ്, കറക്റ്റ് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 10 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ തുണി എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അളന്ന് വരുമ്പോൾ 11 ഇഞ്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് കുറച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ 10 ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. ഇവിടെ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. മുകളിൽ 1/2 ഇഞ്ചും താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് വേണം. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് അവിടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പം ഞാൻ ആ 1.5 ഇഞ്ചിലാണ് വരയ്ക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലാണ് വരയ്ക്കുന്നത്. അതിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ കൈ കടത്തി വിടുന്ന ആ ഒരു റൗണ്ട്, അതൊരു 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് അവിടെയും തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് താഴത്തെ ആ 3.5 പോയിൻ്റ് മാർക്ക് ചെയ്തതിൽ നിന്ന് ആ 6.5 ഇഞ്ചിലേക്ക് ഒന്ന് വരയ്ക്കുക. ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നമ്മൾ ആ കുർത്തിയിൽ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അത് തന്നെ ഇവിടെയും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആ 1.5 ഇഞ്ച് തന്നെ ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ആ 2 ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് കട്ടിങ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ 3/4 സ്ലീവും കട്ട് ചെയ്യുന്നത് കേട്ടോ. ലെങ്ത്ത് കൂട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് നമ്മൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ പറയാറുണ്ട് സ്ലീവൊക്കെ പിടിപ്പിക്കുമ്പോൾ ശരിയാവാറില്ല, സ്ലീവിൽ കയറി ഇറങ്ങി. അപ്പോൾ സ്ലീവൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിക്കരുത്, വലിച്ച് പിടിച്ചൊന്നും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഷേപ്പേ മാറിപ്പോകും. നമ്മൾ ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടിച്ച് വിട്ടാൽ മാത്രം മതി, വലിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ആദ്യം തികയോന്ന് വെച്ച് നോക്കണം, വെച്ച് നോക്കിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചീത്തവശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാം. അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റി ഒന്ന് കുഴിച്ച് വെട്ടുക. ഒരു 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുക. എന്നിട്ട് അവിടെ ഒരു നോച്ചും കൊടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാവാനാണ്, അതായത് ഫ്രണ്ടിലേക്ക് വെക്കേണ്ട പീസ് ഏതാണെന്ന് മനസ്സിലാവാനാണ് അങ്ങനെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവും നമ്മുടെ ടോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നു. ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. ലൈനിങ് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നെക്കൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെയും നമുക്കവിടെ സമയം പോകുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്കാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ആ പീസില്ലേ, ആ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ പീസിൻ്റെ അരികു ഭാഗം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് ക്യാൻവാസ് വേറെ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുണിയിൽ പേസ്റ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് നെക്കിൻ്റെ ആ ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയുണ്ട്, കാരണം ഞാൻ നെക്ക് യോക്ക് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ളത് കൊണ്ട് പിന്നെ വേറെ ക്യാൻവാസ് വെക്കാനായിട്ട് പോയില്ല. ജസ്റ്റ് ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെട്ടി എടുത്തേക്കണത് 2 നമ്മൾ ഇതുപോലെ അരികെ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ സാധാരണ ക്യാൻവാസ് വെക്കാറില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ക്യാൻവാസ് വെക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഈ യോക്ക് ചെയ്യുന്ന രീതി വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മളിതുപോലത്തെ റൗണ്ട് നെക്കോ ഏത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്താലും ഇങ്ങനെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിച്ചിലേക്ക് കയറാതെ നോക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ച് അടിച്ചെടുക്കാം. പതിച്ച് അടിച്ചെടുക്കും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നെക്ക് അവിടെ നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ ചില നെക്കൊക്കെ ഇതുപോലെ പതിച്ചടിക്കാൻ പറ്റില്ല. റൗണ്ട്, സ്ക്വയർ അങ്ങനെയുള്ള എളുപ്പമുള്ള നെക്കൊക്കെ ആട്ടോ ഇതുപോലെ പതിച്ചടിക്കാൻ പറ്റുള്ളൂ. ഒരുപാടിങ്ങനെ ഇതുപോലുള്ള ഫാഷനായിട്ടുള്ള നെക്കൊക്കെ ആകുമ്പോൾ പതിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതന്നേരം ഒന്ന് അയൺ ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ സ്ക്വയറും അല്ല യുവും അല്ലാത്ത ഒരു നെക്കാണ് വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് സ്ക്വയർ എന്ന് തോന്നും, എന്നാലും ഒരു യു ഷേപ്പുള്ള ഒരു നെക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമ്മൾ നല്ല വശത്ത്
ഈ ഒരു പീസ് വെച്ചതിന് ശേഷം പതിച്ചടിച്ച് ഉള്ളിലേക്ക് മറച്ചിട്ടിട്ട് ഹെമ്മിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഫിനിഷിംഗ് ഒന്നും തോന്നാറില്ല, അതുകൊണ്ട് ഞാൻ മുകളിൽ കൂടി ഒന്നും പതിച്ചടിക്കാറില്ല. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്ന ആ പീസുകൾ ഒരുപോലെ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരുപോലെ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ പീസും നമ്മുടെ ഷോൾഡറും തമ്മിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ ഭാഗം നല്ല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. പല രീതിയിൽ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ കാണിച്ചു തന്നത്. 2 സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് അളന്ന് നോക്കുക. നമുക്ക് വേണ്ട ഷോൾഡർ 3 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ 3.5 എടുത്തത്. അപ്പോൾ 4 ഇഞ്ച് അപ്പുറം ഇപ്പുറം തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ 3 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ ഈ സമയത്ത് ഷോൾഡർ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലാത്ത പാൻറ്റിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാനിപ്പോൾ അത് വെക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 സ്ലീവും നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു നോച്ചിട്ട് ഭാഗമുണ്ടല്ലോ, അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം. അത് മാറിപ്പോരുത് കേട്ടോ. അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ സ്ലീവിനൊരു വലിച്ചിൽ വരും. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രണ്ടിലേക്ക് ആ നോച്ച് വരുന്ന ഭാഗം വയ്ക്കുക. ഞാൻ ആ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആ ഒരു ബോക്സ് പോലെയുള്ള ഭാഗത്ത് ഒരു 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് വെട്ടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും, അതായത് സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തേക്കണ ഭാഗവും കൂടെ ഒരേപോലെ വെച്ചിട്ട് വലിക്കാതെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് അടിക്കുക. വലിച്ച് കഴിയുമ്പോൾ ഷേപ്പേ മാറിപ്പോവും. ഇനിയിപ്പോൾ തികയാതെ വരുമ്പോൾ ചില ആൾക്കാരിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് എത്തിക്കണ കാണാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തികയില്ലെങ്കിൽ നമ്മൾ താഴേക്കൊരു പീസ് വെച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ 2 സ്ലീവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോഡി പാർട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ആ കറക്റ്റ് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമ്മൾ നല്ല വശത്തായിരുന്നല്ലോ ചെയ്തിരുന്നത്. അത് ഞാൻ ചീത്ത വശത്തേക്കൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീത്ത വശത്ത് മാർക്ക് ചെയ്താലൊന്നും കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല വശത്ത് മാർക്ക് ചെയ്തത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തുണിയുടെ ചീത്ത വശത്ത് വെച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ 2 പ്രാവശ്യം മാർക്ക് ചെയ്യേണ്ടി വരും. അതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. അത് ആ വരയെ കൂടെ തന്നെ അടിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ താഴേന്ന് അടിക്കണ കണ്ടുകൊണ്ട് നിങ്ങൾ താഴേന്ന് അടിക്കണം എന്നില്ല കേട്ടോ. എനിക്ക് ആ വശം പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴേന്ന് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്നാണ് അടിക്കുന്നത്. ഇങ്ങനെ താഴേന്ന് അടിച്ച് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ നമ്മുടെ സ്ലീവിൻ്റെ അറ്റം ഭാഗം വരുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങിയിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്കിത് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കാം. സ്ലിറ്റ് എപ്പോഴും 1/2 ഇഞ്ചിനേക്കാൾ കുറവിൽ അടിക്കുന്നതാണ് കേട്ടോ നല്ലത്. 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല വിഡ്ത്ത് ഉണ്ടല്ലോ, അത്രയും വേണ്ട. അതിനേക്കാളും ഒരു 4 ഇഞ്ചിനേക്കാളും ഏകദേശം ഒരു 3/4 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് വെച്ചിട്ട് അടിച്ച് വെച്ചാൽ മതി. സെൻറ്ററിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തി ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക, നേരെ താഴേക്ക് അടിക്കുക. ഈ സ്ലിറ്റും അടിക്കുമ്പോൾ ഇതുപോലെ ഒന്നും വലിച്ച് പിടിക്കരുത് ഒരിക്കലും. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ, വലിക്കുകയേ ചെയ്യരുത്. കോട്ടനായാലും വേറെ റയോണിൻ്റെ തുണിയൊക്കെ ആണെങ്കിലും ഒട്ടും വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 2 സൈഡും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞില്ലേ. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലൈനിങ് ഇല്ലാത്ത കുർത്തി ചെയ്തെടുക്കാൻ അരമണിക്കൂർ കഷ്ടി മതി. നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ. എപ്പോഴും അടിച്ചതിൽ വെക്കരുത്. എപ്പോഴും ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടെ ഭംഗി വരുന്നത്. അപ്പോൾ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടെ നമുക്കൊന്ന് മടക്കി അടിച്ചെടുത്താൽ മതി. എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് താഴെയും കൂടെ ഒന്ന് മടക്കി അടിക്കുക.
ഞാനിപ്പോൾ അടിക്കുന്നത് സ്ലിറ്റിൻ്റെ സൈഡിൽ, അതായത് നമ്മൾ സ്ലിറ്റ് അടിച്ചേക്കണതില്ലേ അതിൻ്റെ ആ സൈഡ് ഭാഗത്ത് ഒന്ന് പതിച്ചും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ചുളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇതാണ് നമ്മുടെ കുർത്തി വരുന്നത്. യോക്ക് ഭാഗം ത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, ആർക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.